ഹലോ കൂട്ടുകാരെ, ഒടുവിൽ കാത്തിരുന്ന വലിയ അവധിക്കാലം എത്തിക്കഴിഞ്ഞു. പരീക്ഷകളുടെയും പഠനത്തിൻ്റെയും തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു ദിവസങ്ങൾ നമ്മുടേത് മാത്രമായി കിട്ടുന്ന സമയം. എന്നാൽ ഈ അവധിക്കാലത്ത് നിങ്ങൾ എവിടെയാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്? ആ വലിയ കളിമുറ്റത്തോ അതോ ഈ കുഞ്ഞു മൊബൈൽ ഫോണിൻ്റെ ഡിജിറ്റൽ ലോകത്തോ? വശ്യമായ ഒരു ചോദ്യമാണിതല്ലേ? മൊബൈൽ സ്ക്രീനിലെ ഗെയിമുകൾ തരുന്ന സന്തോഷത്തേക്കാൾ എത്രയോ വലുതാണ് പുറത്തെ ലോകം നമുക്കായി കരുതി വച്ചിരിക്കുന്നത് എന്ന് ഈ അവധിക്കാലത്ത് നമ്മൾ തിരിച്ചറിയണം. ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയാറേ ഇല്ല. എന്നാൽ ഈ ഡിജിറ്റൽ ലോകം നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം കളയുക മാത്രമല്ല, നമ്മുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും പതുക്കെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാരോട് സംസാരിക്കാനും ഒരുമിച്ച് ഓടിക്കളിക്കാനും മറന്ന് നമ്മൾ ഒരു മുറിക്കുള്ളിലേക്ക് ചുരുങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ബാല്യകാല ഓർമ്മകളാണ്. അമിതമായ ഫോൺ ഉപയോഗം ശരീരത്തിന് ക്ഷീണവും മനസ്സിൽ അനാവശ്യ ദേഷ്യവും ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് നമ്മുടെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. അവിടെ കാത്തിരിക്കുന്നത് എന്തൊക്കെ വിസ്മയങ്ങളാണ്! മണ്ണിൽ തൊട്ട് കളിക്കുമ്പോഴും ചെളിയിൽ വീടുണ്ടാക്കുമ്പോഴും കിട്ടുന്ന ആ ഒരു ആനന്ദം ഏതെങ്കിലും ഒരു വീഡിയോ ഗെയിമിൽ നിന്ന് ലഭിക്കുമോ? നാടൻ കളികളായ കൊത്തങ്കല്ല്, കിളിത്തട്ട്, ഒളിച്ചുകളി എന്നിവയിലൂടെ നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുന്നു. നമ്മുടെ ശരീരം കൂടുതൽ ആരോഗ്യവാനാകുന്നു. പ്രകൃതിയെ അറിഞ്ഞ് മരങ്ങളിൽ കയറിയും തുമ്പികളെ ഓടിച്ചും നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഡിജിറ്റൽ ലോകത്ത് ഒരിടത്തും തിരഞ്ഞാൽ കിട്ടില്ല. ഈ അവധിക്കാലം നമുക്ക് അർത്ഥവത്താക്കാൻ ചില കൊച്ചു കാര്യങ്ങൾ ചെയ്യാം. ഒരു കൊച്ചു തോട്ടം, വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറിത്തോട്ടമോ പൂന്തോട്ടമോ ഉണ്ടാക്കാം. ദിവസവും അതിന് നനയ്ക്കാം. വായനയുടെ ലോകം, കുറഞ്ഞത് 3 നല്ല പുസ്തകങ്ങളെങ്കിലും വായിച്ചു തീർക്കുക. അത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും. പുതിയ കലകൾ, വരയ്ക്കാനോ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനോ പാട്ടുപാടാനോ പഠിക്കാം. മുത്തശ്ശിക്കഥകൾ, വീട്ടിലെ മുതിർന്നവരോടൊപ്പം സമയം ചെലവഴിക്കുക. അവരിൽ നിന്ന് പഴയകാല കഥകൾ ചോദിച്ചറിയുക. ഡിജിറ്റൽ ലോകത്തിന് ഒരു കൃത്യമായ ടൈം ലിമിറ്റ് വയ്ക്കുക. ഒരു ദിവസം പരമാവധി അരമണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ഉപയോഗിക്കില്ല എന്ന് സ്വയം തീരുമാനിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ അവധിക്കാലം വെറുമൊരു മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ തീർക്കാനുള്ളതല്ല. മുറ്റത്തേക്കിറങ്ങാം, പ്രകൃതിയെ തൊട്ടറിയാം, യഥാർത്ഥ സൗഹൃദങ്ങൾ ആസ്വദിക്കാം. മാതാപിതാക്കളും കുട്ടികളെ ഇതിനായി പ്രോത്സാഹിപ്പിക്കണം. ഈ അവധിക്കാലം ഡിജിറ്റൽ ലോകത്തല്ല, നമ്മുടെ കളിമുറ്റങ്ങളിലാണ് ആഘോഷിക്കേണ്ടത്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ആരോഗ്യകരമായ ഒരു അവധിക്കാലം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.